തിയേറ്ററിനുള്ളിലും പുറത്തുമായി ആഘോഷങ്ങൾ അതിരുവിടുന്നത് പതിവായോടെ ഇന്ത്യൻ സിനിമകളുടെ പ്രദർശനം നിർത്തിവെക്കുന്നത് കാനഡയിൽ പതിവാണ്. തിയേറ്ററിന് പുറത്ത് തീയിടുക, പടക്കം പൊട്ടിക്കുക ഉൾപ്പെടെയുള്ള അപകടകരമായ പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യമുണ്ട്. കാനഡയിലെ ഒൻറ്റോറിയോ പ്രവിശ്യയിലെ ഒരു സിനിമാ തിയേറ്ററിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ 2 സംഭവങ്ങൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യൻ സിനിമകളുടെ പ്രദർശനങ്ങൾ പിൻവലിച്ചു. ഋഷഭ് ഷെട്ടി നായകനായി എത്തിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1, പവൻ കല്യാണിൻ്റെ OG എന്നീ സിനിമയുടെ പ്രദർശനങ്ങൾ പിൻവലിച്ചതായി ഓക്വില്ലിലെ ഫിലിം CA സിനിമാസ് അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തിയേറ്ററിൽ 2 അതിക്രമങ്ങൾ ഉണ്ടായി. ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ തീരുമാനമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തിയേറ്ററിൻ്റെ വെബ്സൈറ്റിലെ പട്ടികയിൽ ദക്ഷിണേഷ്യൻ സിനിമകളുടെ പേരുകൾ നൽകിയിട്ടില്ല. സെപ്റ്റംബർ 25 പുലർച്ചെ 5:20 ടൊറന്റോയ്ക്ക് പടിഞ്ഞാറുള്ള ഫിലിം CA സിനിമാസ് തിയേറ്ററിന് പുറത്ത് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. തിയേറ്ററിലെത്തിയ 2 പേർ കൈവശമുണ്ടായിരുന്ന ക്യാനുകളിൽ നിന്ന് ദ്രാവകമൊഴിച്ച് തീയിടുകയായിരുന്നുവെന്ന് ഹാൾട്ടൺ പോലീസ് പറഞ്ഞു. തീ നിയന്ത്രണ വിധേയമാണെങ്കിലും തിയേറ്ററിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. തീ പടർന്നതോടെ 2 പേരും സംഭവ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. തിയേറ്ററിന് പുറത്ത് ചുവന്ന നിറത്തിലുള്ള ദ്രാവകങ്ങൾ ഒഴിച്ച് തീയിടുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ കുടുങ്ങുകയും ചെയ്തു. പുലർച്ചെ 2 മണിയോടെ ചാരനിറത്തിലുള്ള SUV വാഹനം തിയേറ്ററിന് പുറത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹൂഡി ധരിച്ച ഒരാൾ തിയേറ്ററിൻ്റെ പ്രവേശന കവാടം കടന്ന് പോകുന്നത് ദൃശ്യത്തിലുണ്ട്. അതേ SUV വീണ്ടും 2 തവണ പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പുലർച്ചെ 5:15 ഒരു വെളുത്ത SUV പാർക്കിംഗ് ഏരിയയിലെത്തി. തുടർന്ന് 2 പേർ തിയേറ്ററിൻ്റെ വാതിലിൽ ചുവന്ന ദ്രാവകം ഒഴിക്കുകയും തുടർന്ന് തീപ്പെട്ടി എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു വസ്തു കത്തിച്ച് തറയിലേക്ക് ഇടുകയും ചെയ്തു. തുടർന്ന് അവിടെ തീ പടർന്നു. കറുത്ത പാൻസ്, കറുത്ത ഹൂഡി, ഷൂസ്, കയ്യുറകൾ, മാസ്ക് എന്നിവ ധരിച്ചാണ് പ്രതികൾ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഒക്ടോബർ 2 തിയേറ്ററിന് പുറത്ത് മറ്റൊരു ആക്രമണമുണ്ടായത്. പുലർച്ചെ 5:15 കെട്ടിടത്തിൻ്റെ പ്രവേശന കവാടത്തിലൂടെ ഒരാൾ 1-ലധികം തവണ വെടിയുതിർത്തു. കറുത്ത വസ്ത്രവും കറുത്ത മുഖംമൂടിയും ധരിച്ചിരുന്ന ഇയാൾ ആരോഗ്യവാനായ ഒരു പുരുഷനായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 2 ആക്രമണങ്ങളും വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ളതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ ജില്ലാ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. അക്രമങ്ങൾക്ക് പ്രദേശത്തെ ഖാലിസ്ഥാൻവാദികളുമായി ബന്ധമുണ്ടാകാമെന്ന് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ടെങ്കിലും ഹാൾട്ടൺ പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. മുമ്പ് ഓക്വില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻ ഭീഷണി ലഭിച്ചിരുന്നെങ്കിലും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും ലഭിച്ചിരുന്നില്ല. ആക്രമണങ്ങൾ ദക്ഷിണേഷ്യൻ സിനിമകളുടെ പ്രദർശനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഫിലിം CA സിനിമാസ് CEO ജെഫ് നോട്ട് പറഞ്ഞു. ഞങ്ങൾ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രദർശനം ഉണ്ടാകും. അപ്പോൾ ദക്ഷിണേഷ്യൻ സിനിമകളുടെ പ്രദർശനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണങ്ങളുടെ ഫലമായി കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 OG സിനിമയുടെ പ്രദർശനം പിൻവലിച്ചതായി തിയേറ്റർ അറിയിക്കുകയും ചെയ്തു. ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിയിരിക്കുന്നുവെന്ന് അധികൃതർ പ്രസ്താവനയിലൂടെ പറഞ്ഞു. ടിക്കറ്റ് മുൻകൂട്ടി വാങ്ങിയവർക്ക് പണം തിരികെ നൽകും. കുറച്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തുക അവരുടെ അക്കൗണ്ടിലെത്തുമെന്നും തിയേറ്റർ അധികൃതർ പറഞ്ഞു. ഇന്ത്യൻ സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കാനഡയിലെ തിയേറ്ററുകളിൽ അതിരുവിട്ട ആഘോഷങ്ങളും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളും പതിവാണ്. പ്രദർശനം തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് പല ആഘോഷങ്ങളും. ഇതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങൾ കാനഡയിൽ ഉണ്ടായത്.